ഹായ്, ഇന്നൊരു പുതിയ മാങ്ങയെ പരിചയപ്പെടാം. ഇതിൻ്റെ പേര് പല പേരിൽ ഇവിടെ അവൈലബിളാണ്. നിങ്ങളിതിൻ്റെ ഷേപ്പ് നോക്കുക. ഞാനിതുവരെ കഴിച്ചിട്ടില്ല. ഇത് ചില സ്ഥലത്ത് ഷെല മാംഗോ എന്ന് പറഞ്ഞിട്ട് പേരുണ്ട്. ഈജിപ്ഷ്യൻ ഷെല മാംഗോ എന്ന് പറഞ്ഞിട്ട് അത്യാവശ്യം നല്ല സ്മെല്ല്, നല്ല ആരോമ, കണ്ടിട്ടൊക്കെ എല്ലാവരും ക്വാളിറ്റി. ചില സമയത്ത് നോക്കുന്ന സമയത്ത് ഒരു മല്ലികയുടെ ലുക്കൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഇത് തന്നെ പല സ്ഥലത്തും നവമി എന്നുള്ള പേരിലും കണ്ടിട്ടുണ്ട്. നവമി ആക്ച്വലി പാൾമറിൻ്റെ സീഡ്ലിംഗ് ആണ്. അത് മാങ്ങ പോരാ, അതിന് ഇത്ര സ്മെല്ലൊന്നുമില്ല. അപ്പം ഇതിൻ്റെ ആക്ച്വൽ പേര് എനിക്ക് ഇതുവരെ പിടുത്തം കിട്ടിയിട്ടില്ല. ഞാൻ ഷെല്ല എന്നൊക്കെ ഷെല്ലി എന്നിട്ടൊരു മാങ്ങ ഉണ്ട്, അത് ഇതല്ല. നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് കഴിച്ചു നോക്കാം. നല്ലതാണെന്നുണ്ടെങ്കിൽ ഇവിടെ വ്യൂള്ള ആളുകൾക്കൊക്കെ സാധനം ഈ ഷേപ്പ് നോക്കി മേടിക്കാം, എന്ത് പേരിലാണെന്നുണ്ടെങ്കിൽ. അപ്പം ഒന്ന് കഴിച്ചു നോക്കാം. എൻ്റെ കത്തി തട്ടത് എടുക്കാൻ മറന്നുപോയി. കട്ട് ചെയ്യുമ്പോൾ ലേശം ബുദ്ധിമുട്ടുണ്ട്. കൈയൊക്കെ നോക്കിയിട്ട് വേണം കട്ട് ചെയ്യാൻ. മറ്റേതുപോലെ അപ്പുറത്തേക്ക് പോകുന്നില്ല. നോക്കാം. എന്താണെങ്കിലും ഇവനല്ല, നമ്മുടെ നവമി അല്ല. നവമി ഞാൻ കഴിച്ചിട്ടുണ്ട്. ലേശം ഇത് ഇറ്റുന്നുണ്ട്. കഴിച്ചു നോക്കാം നമുക്ക് കേട്ടോ. ഭയങ്കര രീതിയിൽ ഫൈബറൊന്നും എനിക്ക് തോന്നുന്നില്ല. സീഡ് അടുപ്പിച്ചുള്ള അവരുടെ എനിക്ക് ഫീൽ ചെയ്യുന്നുള്ളൂ. കഴിച്ചു നോക്കാം ടേസ്റ്റ് എങ്ങനെയുണ്ട് എന്നുള്ളത്. സത്യത്തിൻ്റെ ആക്ച്വൽ പേര് എനിക്കറിയില്ല. ഒരു പുളിയും ഒരു മധുരവും. അത് സുഖമുണ്ട് കഴിക്കാൻ. ഒരു ഓവർ മധുരമില്ല, എന്നാൽ പുളി ഇതിൽ ബ്ലെൻഡായി കിടക്കുന്നുണ്ട്. നവമിനെക്കാട്ടിയൊക്കെ ഭയങ്കര ബെറ്റർ മാങ്ങ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ നമ്മൾ വെക്കേണ്ട ഒരു മാങ്ങായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ഒരു മാങ്ങ കഴിച്ച ഫീലൊക്കെ കിട്ടും. അപ്പോൾ ഇവിടെ യുവിലൊക്കെ ഉള്ള ആളുകൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മേടിച്ച് നോക്കാം. പേര് ഏത് പേരിലാണെന്നുള്ളത് ഇതേ സാധനം ഇവിടെ നവമി എന്നുള്ള പേരിൽ ഞാൻ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്, ഷെല എന്നുള്ള പേരിൽ കണ്ടിട്ടുണ്ട്. വലിയ റേറ്റൊന്നും ഇല്ല. നല്ല പഴുത്ത മാങ്ങയുടെ സ്മെല്ല് എന്ന് പറയുന്നത്, പഴുത്ത മാങ്ങയുടെ സ്മെല്ല് എന്ന് പറയുന്നത് അതൊക്കെ ഇതിനുണ്ട്. ഒരു ലേശം വെള്ളം ഇറങ്ങിയ പോലെ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. ചില വെള്ളം ഇറങ്ങിയെന്നല്ല, അതുപോലെ അത്ര മധുരം, ഭയങ്കര എക്സ്ട്രീം മധുരം അങ്ങനെ മടുപ്പിക്കാതെ ഇതിങ്ങനെ കഴിക്കാൻ പറ്റും. ഓക്കെ, അപ്പം മേടിച്ച് വയ്ക്കൊന്നും വേണ്ട, പിന്നാലെ പായ